ഗുരുജിയുടെ പ്രത്യക്ഷത്തില് സ്വാമിയുടെ അനുഭവങ്ങൾ ഗുരുജിക്ക് ഒട്ടനവധി ഉണ്ടാവും. അതേപോലെ ഗുരുജിയുടെ അടുത്ത് സമീപിച്ച ഏതെങ്കിലും വിശ്വാസികൾക്ക് ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രത്യക്ഷ അനുഭവം ഉള്ളതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടോ? അത് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവങ്ങള് താങ്കൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകരുടെ അടുത്ത് പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? അനുഭവങ്ങൾ നിരവധി ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് എത്രത്തോളം പറയാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും നമുക്കൊരു അനുഭവം പറയാന്ന് വെച്ചാൽ കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോയി ഒരു വീട്ടിൽ. അപ്പൊ അവരവിടെ അത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പൊ അവിടെ അച്ഛനും അമ്മയുണ്ട്, അവരുടെ മകളുണ്ട്, മകനുണ്ട്, അവരുടെ ഭാര്യ എല്ലാവരും ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെ ചെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി കൊടുക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് ഈ കുടുംബം ഒന്ന് വൃത്തിയാക്കിയിടണ, വാടക വീടാണെങ്കിലും നമ്മുടെ കുടുംബം പോലൊക്കെ തന്നെ ആയിരിക്കണം. അപ്പൊ അവിടുത്തെ കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോളെ ഈ കുടുംബം വെറുതെ ഇരിക്കണ സമയത്തൊക്കെ കുടുംബമൊക്കെ വൃത്തിയാക്കിയിടണം, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ സർഫസ് ക്ലിയർ ആയിരിക്കണം, പോസിറ്റീവ്നെസ് പറഞ്ഞല്ലോ ഒരു കുടുംബത്തില്. നമ്മളത് പറയുമ്പോ ഈ കുട്ടിയുടെ മനസ്സിൽ വേറൊരു ചിന്തയാണ് വന്നത്. കാരണം നമ്മളിപ്പോ ഒരു ജോത്സ്യനായിട്ടോ അല്ലെങ്കിൽ ഒരു ഉപദേശകനായിട്ടോ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു കുടുംബത്തിന്റെ വൃത്തിയൊക്കെ. നമ്മൾ എന്തിനാണോ ചെന്നത് ആ കാര്യം നിറവേറ്റി പോരാന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. പക്ഷെ സ്വാമി അത് ആ കുട്ടിയെ വിളിച്ചിട്ട് ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ വൃത്തിയാക്കിയിടണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളതാ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോന്നു. ഇത് കഴിഞ്ഞൊരു 2-3 ദിവസം കഴിയുമ്പോഴാണ് ഇവരെന്നെ വിളിക്കണത്. അവർക്കൊരു അനുഭവം അങ്ങനെ ഉണ്ടായി എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ എന്തിനാണ് ഇതൊക്കെ പറയേണ്ട കാര്യം? ഒരു സ്വാമി വന്നിട്ടുണ്ടെങ്കിൽ സ്വാമിയുടെ കാര്യങ്ങൾ കഴിഞ്ഞ് പോയാൽ മതി, കുടുംബത്തിന്റെ കാര്യങ്ങൾ ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു നെഗറ്റീവ് ആ കുട്ടിക്ക് അടിച്ചു. അത് പിന്നീടാണ് ആ കുട്ടി പറയണത് നമ്മുടെ അടുത്ത്. പക്ഷെ ആ കുട്ടി കിടന്നുറങ്ങണ സമയത്ത്, ഉച്ചയ്ക്ക് കിടന്നുറങ്ങണ സമയത്ത്, വാതിലൊക്കെ കുറ്റിയിട്ട് കിടന്നുറങ്ങണ സമയത്താകുമ്പോ കിടന്നുറങ്ങണ സമയത്ത് എന്റെ രൂപത്തിൽ കണ്ടു എന്ന് പറയണേ. ഒരു വ്യക്തി അവിടെ വരെ ഗതയം കൊണ്ട് അതിന്റെ തുടയമേ ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ സ്പർശിച്ചു എന്ന് പറയണേ. അടിച്ചു എന്നാണ് ആ കുട്ടി പറയണത്. പേടിച്ചു പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇത് അനുസരിച്ചു പറയണ കാര്യങ്ങൾ അനുസരിച്ചുകൂടെ എന്നുള്ളതാണ്. നമ്മൾ പോയതിനു ശേഷം ഈ കുട്ടി ഇതൊന്നും വൃത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് പറയണത്. അത് ചെയ്തില്ല. അപ്പൊ ആ ഗതയം കൊണ്ട് അടിച്ചു. ആ കുട്ടി നിറോളിച്ചു. അപ്പോഴേക്കും അച്ഛനമ്മയൊക്കെ ഓടി വന്നപ്പോ വാതില് വേഗം കുട്ടി തുറന്നു. അപ്പൊ ഈ അമ്മ നോക്കുമ്പോ ഈ തൊടയുടെ ഭാഗത്ത് ചുവന്ന പാട് ഉണ്ടെന്നാ പറയണേ. ഗതയുടെ പാട്. അപ്പൊ അവരെന്നെ അപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്തു. അവര് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പറ്റില്ല, ഇപ്പൊ എത്ര ദൂരമല്ലേ, നമുക്ക് ഓടിയൊന്നും ചെല്ലാൻ പറ്റില്ല. പിന്നെ ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം അവിടെ ചെന്നു. അപ്പൊ അവരെ അനുഭവങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു. കുറച്ച് വർഷത്തിന് മുമ്പായതുകൊണ്ട് എനിക്കത് കൂടുതലായിട്ട് അതിന്റെ ഓർമ്മകളൊന്നുമില്ല. അല്ല, അച്ഛൻ കണ്ടില്ല, അമ്മ കണ്ടു. അമ്മ കണ്ടു. അമ്മ എന്നോടത് പറഞ്ഞു. ആ ഗതയുടെ പാട് തന്നെയാണത്. അതങ്ങനെയാണ്. സ്വാമി എന്ന് പറയുന്നത് ഒരാളെ പ്രഹരിക്കാനൊന്നുള്ള ആളൊന്നുമല്ല. പക്ഷെ വാക്കുകൾക്ക് എപ്പോഴും സത്യസന്ധത കൊടുക്കണം. അതൊരു ഭയം ജനിപ്പിക്കാന്നുള്ളതാണ്. അല്ലാണ്ട് ഒരാളെ ഉപദ്രവിക്കാനുള്ള ഒരു മൂർത്തിയോടും നമ്മൾ ഉപദ്രവിക്കൊന്നുമില്ല. നമ്മളെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. സ്വാമിയാണെങ്കിലും സ്നേഹത്തോടുകൂടി പോവാന്നുള്ളതാണ്. പക്ഷെ വാക്കുകൾ ധിക്കാരം പാടില്ല. ഇപ്പൊ സ്വാമി പറയുന്ന ഒരു വാക്കാണെങ്കിൽ നമുക്കത് കേൾക്കണ്ട, നമുക്കത് അനുസരിക്കണ്ട. പക്ഷെ നമ്മുടെ ഉള്ളില് സ്വാമിയെ പറ്റിയിട്ട് നമ്മൾ വീണ്ടും വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടരുത്. പറയണ ഒരു വാക്ക് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് എടുക്കണ്ട, അത് വിട്ട് കളഞ്ഞേക്കാം. നമ്മൾ നിന്ദിക്കാൻ നിൽക്കരുത്. സ്വാമിയെ നമ്മൾ ഒരിക്കലും മനസ്സുകൊണ്ടാണെങ്കിൽ പോലും നിന്ദിക്കാൻ നിൽക്കരുത്. നമുക്ക് വർത്താനം കൊണ്ട് പറയണതല്ല, സ്വാമിക്കറിയാം നമ്മുടെ എന്താണ് മനസ്സിൽ ചിന്തിക്കണം എന്നുള്ളത്. അത് നന്മയാണോ തിന്മയാണോ എന്നുള്ളത് സ്വാമിക്ക് അറിയാൻ പറ്റും. സ്വാമിയോട് അവർക്ക് സമർപ്പണ ബുദ്ധിയും ഭക്തി ഉണ്ടെങ്കിൽ അവര് വിചാരിച്ച കാര്യങ്ങൾ ഞാൻ പോലും അറിയാതെ അവരുടെ ജീവിതത്തിൽ നടന്ന അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പോലും വരാറില്ല. അവർക്ക് നിരവധി അനുഭവങ്ങളാണ്. സ്വാമിയെ വെച്ച് പൂജ ചെയ്യണം, അല്ലെങ്കിൽ സ്വാമി അത്ര മനസ്സറിഞ്ഞ് സ്മരിച്ച് സത്യസന്ധമായിട്ട് സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കുടുംബക്കാർ നമ്മളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, നമ്മളിലൂടെ എന്നുള്ളത് സ്വാമിയിലൂടെ മാത്രം. ഈ വ്യക്തിക്കല്ല അവിടെ പ്രാധാന്യം, സ്വാമിക്കാണ്. അപ്പൊ സ്വാമിയിലൂടെ ജീവിക്കുന്ന നിരവധി കുടുംബങ്ങൾ നമ്മുടെ അനുഭവത്തിലുണ്ട്. അന്ന് പറയണത് ഇന്ന് കാര്യകാലത്ത് കൺകണ്ട ദൈവം തന്നെയാണ്. അതുപോലെ തന്നെ മുരുകനും അതെ, കൺകണ്ട ദൈവമാണ്. അപ്പൊ ഇവരൊക്കെ നമ്മുടെ ഒപ്പം ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്കൊരു 10 പേർക്കെങ്കിലും നന്മ പറഞ്ഞു കൊടുക്കാനും അവരുടെ ആ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. അറിവിന്റെ രൂപമായിട്ടാണ് സരസ്വതി ദേവിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും മഹാവിഷ്ണുവിനെയും നമ്മള് പ്രതിപാദിക്കുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഹനുമാൻ സ്വാമിക്ക് അങ്ങനെ ഒരു അറിവിന്റെ ദൈവമായിട്ട് ഹനുമാൻ സ്വാമി എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? ഹനുമാൻ സ്വാമി എന്ന് പറയുമ്പോൾ അറിവിന്റെ മൂർത്തി ഭാവം തന്നെയാണ്. അപ്പൊ അദ്ദേഹം ശിവന്റെ പുത്രനാണ്. അതെല്ലാവർക്കും അറിവുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമ്മുടെ ജ്യോതിഷത്തിൽ നോക്കിയാൽ തന്നെയാലും ബുധനാണ് സ്വാമിയെ ആയിട്ട് കരുതുന്നത്. ബുധൻ നമുക്ക് തെളിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ എല്ലാ വിദ്യകളും അറിവുകളും ജ്ഞാനമൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ആചാര്യന്മാർ പറയുന്നത്.
അപ്പൊ അതുകൊണ്ട് സ്വാമി ഉപാസിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ സ്വാമി ഉപാസിക്കുമ്പോൾ അവർക്ക് ബുദ്ധി ഉണ്ടാവും, പഠിക്കുന്ന കാര്യത്തിൽ അതിവേഗം വായു വേഗത്തിലാണ് അവർക്ക് കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ സ്വാമി ഉപാസിക്കണമെന്നല്ല പറയണത്, സ്വാമിയുടെ ചാലിസ ജപിക്കുക, രാമനാമം ഇന്ന് സന്ധ്യക്ക് വീട്ടിൽ ആരും ചെയ്യാത്തൊരു സംഭവമാണ് സന്ധ്യ വിളക്ക് കത്തിക്കുക എന്നുള്ളത്. അത് ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സന്ധ്യാസമയങ്ങളിലൊക്കെ നമ്മൾ വിളക്ക് കത്തിച്ച് രാമനാമം ജപിക്കുന്നതൊക്കെ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ജീവിത വിജയത്തിനൊക്കെ ഏറ്റവും വളരെ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് അതൊക്കെ. അപ്പൊ കുടുംബത്തിൽ വരുന്ന ഈ നെഗറ്റീവായിട്ടുള്ള സോളുകളെയൊക്കെ നമുക്ക് സ്വാമിയിലൂടെ മാറ്റിക്കളഞ്ഞ് ആ വീട് ശുദ്ധമാക്കിയെടുത്ത് ആ വീട്ടിൽ നല്ലൊരു ഭക്തിയായ സ്പിരിച്വാലിറ്റി നമുക്ക് ജീവിതത്തിൽ വർദ്ധിപ്പിച്ച് ഒരു പോസിറ്റീവ്നെസ് നമുക്ക് സ്വാമിയിലൂടെ നമുക്ക് കുടുംബത്തിൽ കൊണ്ടുവരാൻ സാധിക്കും.